ഓഡി ക്വിസ് ഓൺലൈൻ ഓഡിയോ ക്വിസ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഏവർക്കും നമ്മുടെ പുതിയൊരു ഓഡിയോ ലേണിംഗ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന വിഷയത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇന്ത്യയുടെ അതിർത്തികളും അയൽ രാജ്യങ്ങളും. ഇന്ത്യ ഏഷ്യൻ വൻകരയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അറിയാമോ ആർക്കെങ്കിലും? ദക്ഷിണ മധ്യഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യൻ മഹാസമുദ്രം ഏഷ്യയുടെ തെക്കൻ അതിർത്തിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന് രണ്ട് ശാഖകളുണ്ട്: ബംഗാൾ ഉൾക്കടലും അറബിക്കടലും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിലകൊള്ളുന്ന നമ്മുടെ പ്രധാന അയൽരാജ്യങ്ങളാണ് ശ്രീലങ്കയും മാലിദ്വീപും. ഇവിടെ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്: ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് എന്താണ്? പാക് കടലിടുക്കും, ഗൾഫ് ഓഫ് മന്നാർ എന്നിവയാണ്. ഇനി നമുക്ക് നമ്മുടെ കര അതിർത്തികളെക്കുറിച്ച് സംസാരിക്കാം. ഇന്ത്യക്ക് പ്രധാനമായും 9 അയൽരാജ്യങ്ങളാണുള്ളത്: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവയാണവ. ഇതിൽ വലിപ്പച്ചെറുപ്പം നോക്കിയാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ചൈന ആണ്. ഏറ്റവും ചെറിയ അയൽരാജ്യം മാലിദ്വീപാണ്. പക്ഷേ കര അതിർത്തി പങ്കിടുന്ന കാര്യത്തിൽ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അത് 4096.7 കിലോമീറ്ററാണ്. അതുപോലെ ഏറ്റവും കുറവ് കരാതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അത് വെറും 106 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ നോക്കാം. അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന എത്ര ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്? ആകെ 16 സംസ്ഥാനങ്ങളാണുള്ളത്. ഈ 16 എണ്ണത്തിൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ സംസ്ഥാനം സിക്കിമാണ്. 2 പോയിന്റുകൾ കൂടി പ്രത്യേകം നോട്ട് ചെയ്യുക. 1. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. 2. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ആകെ രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം 9 ആണ്. ഇതിൽ കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളും സമുദ്ര അതിർത്തി പങ്കിടുന്നത് 2 രാജ്യങ്ങളുമാണ്. ആ 7 കര അതിർത്തി രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വേഗത്തിലൊന്ന് പറയാം: പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ചൈന, മ്യാൻമർ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവയാണവ. സമുദ്ര അതിർത്തി പങ്കിടുന്നവ ശ്രീലങ്കയും മാലിദ്വീപുമാണ്. PSC പഠിക്കാൻ ആഗ്രഹമുണ്ടോ? പക്ഷേ സമയം കിട്ടുന്നില്ലേ? ജോലിക്കിടയിലും യാത്ര ചെയ്യുമ്പോഴും വീട്ടുജോലികൾ ചെയ്യുമ്പോഴും ഇനി നിങ്ങളുടെ പഠനം മുടങ്ങേണ്ടതില്ല. ഓഡിയോ ക്വിസ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വായിച്ചല്ല, കേൾപ്പിച്ചാണ്. PSC സിലബസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ലളിതമായ മലയാളത്തിൽ ചെറിയ ഓഡിയോ ക്ലാസുകളായി നിങ്ങൾക്ക് ലഭിക്കും. ഒഴിവുസമയം തേടേണ്ടതില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ സമയവും പഠനസമയമാക്കി മാറ്റാം. കേൾക്കൂ, മനസ്സിലാക്കൂ, ഓർക്കൂ. ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ നേരിടൂ. ഇതുമാത്രമല്ല, എല്ലാ ആഴ്ചയും ഓഡിയോ ക്വിസ് ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ആ ആഴ്ച പഠിപ്പിച്ച വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ. അതിലൂടെ നിങ്ങളുടെ അറിവ് പരിശോധിക്കാനും കേരളമെമ്പാടുമുള്ള PSC ഉദ്യോഗാർത്ഥികളുമായി മത്സരിക്കാനും നിങ്ങളുടെ റാങ്ക് അറിയാനും കഴിയും. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ആകർഷകമായ ക്യാഷ് പ്രൈസുകളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പഠനം മാറ്റിവെക്കേണ്ട. കേട്ടു പഠിക്കൂ. എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കൂ. ക്യാഷ് പ്രൈസ് നേടൂ. വിജയത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ മുന്നേറൂ.
ഇനി നമ്മൾ പോകുന്നത് പരീക്ഷകളിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, എന്നാൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അതിർത്തി രേഖകളിലേക്കാണ്. ഇവിടെ ശ്രദ്ധിക്കുക. 1. റാറ്റ്ലിഫ് ലൈൻ. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി രേഖയാണ്. 2. മക്മഹോൺ രേഖ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി. 3. ഡ്യൂറൻഡ് രേഖ. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ളത്. 4. ഇനി സമുദ്രത്തിലേക്ക് വന്നാൽ ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നത് പാക് കടലിടുകാണ്. 5. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള അതിർത്തി 8 ഡിഗ്രി ചാനലാണെന്ന് ഓർക്കുക. 6. അതുപോലെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് തീൻ ബിഗ് കോറിഡോർ. ഇനി നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കാം. ഓരോ അയൽരാജ്യവുമായും ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നതെന്ന്. ഇവിടെ PSC എപ്പോഴും ചോദിക്കാറുള്ളത് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏത്, ഏറ്റവും കുറവ് ഏത് എന്നാണ്. നമുക്കത് 1 by 1 ആയി പരിശോധിക്കാം. പാകിസ്ഥാൻ. പാകിസ്ഥാനുമായി 3 സംസ്ഥാനങ്ങളും ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിർത്തി പങ്കിടുന്നു. ഇതിലേറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് രാജസ്ഥാനാണ്. ഏറ്റവും കുറവ് ഗുജറാത്തും. ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. 5 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനെ തൊട്ടുരുമി നിൽക്കുന്നു. ഇതിലേറ്റവും കൂടുതൽ അതിർത്തി പശ്ചിമ ബംഗാളിനും ഏറ്റവും കുറവ് ആസാമിനുമാണ്. ചൈന. 4 സംസ്ഥാനങ്ങളും ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവുമാണ് ചൈനയുമായി അതിർത്തിയിലുള്ളത്. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശാണ്. കുറവ് ഹിമാചൽ പ്രദേശാണ്. നേപ്പാൾ. നേപ്പാളിനുമുണ്ട് 5 ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി അതിർത്തി. ഏറ്റവും കൂടുതൽ ബീഹാറാണ്. ശ്രദ്ധിക്കുക, ഉത്തർപ്രദേശ് അല്ല, ബീഹാറാണ് കൂടുതൽ. ഏറ്റവും കുറവ് സിക്കിമാണ്. ഭൂട്ടാൻ. ഭൂട്ടാനുമായി 4 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നു. ഇതിൽ കൂടുതൽ ആസാമും കുറവ് സിക്കിമുമാണ്. മ്യാൻമർ. മ്യാൻമറുമായി 4 സംസ്ഥാനങ്ങളാണ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ അരുണാചൽ പ്രദേശും ഏറ്റവും കുറവ് നാഗാലാൻഡും. അവസാനമായി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനുമായി ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. വൈൻഡപ്പ് ചെയ്യുന്നതിനു മുൻപ് വളരെ രസകരമായ 3 കാര്യങ്ങൾ കൂടി പറയാം. 1. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2. ഒരേയൊരു സംസ്ഥാനവുമായി മാത്രം അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങളുണ്ട് ഇന്ത്യയിൽ. 1 സിക്കിം, പശ്ചിമ ബംഗാളിനോട് മാത്രം. 2 മേഘാലയ, ആസാമിനോട് മാത്രം. രാജ്യത്തിന്റെ ഭൂവിഭാഗത്തിന്റെ 3 വശവും ഇന്ത്യക്കുള്ളിലായി സ്ഥിതി ചെയ്യുന്ന, അതായത് ഇന്ത്യയാൽ ചുറ്റപ്പെട്ട 3 രാജ്യങ്ങളാണ് നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നിവ. ഇത്രയുമാണ് അതിർത്തികളെക്കുറിച്ചുള്ള പ്രാഥമികവും പ്രധാനപ്പെട്ടതുമായ വിവരങ്ങൾ. ഈ പോയിന്റുകൾ മനസ്സിലുറപ്പിക്കുക. വീണ്ടും പുതിയൊരു അറിവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി. കേൾക്കൂ, പഠിക്കൂ. ഓഡി ക്വിസ് നിങ്ങളെ സമ്മാനങ്ങളുമായി കാത്തിരിക്കുന്നു.